കിനാവിൻ പ്രണയവനിയിൽ അലിഞ്ഞു ചേർന്ന രാഗമായി ഹബീബിൻ മധുനുകരുമാ മനം കവർന്ന താളമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റസാനത്ത് ഭാഗം 33. ലൗലം യകുൻ ലിഗിനൽ ഇൻസാനി സാഖിയത്തുൻ ഇലൽ മസാകിനി മാ امتدت له النعم فكل سيل له من حوله عرم لولا القضيمة لم يشبط ولا العرم ലൗലം യകുൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ലിഗിനൽ ഇൻസാനി മനുഷ്യൻ്റെ ഐശ്വര്യത്തിന് ഉണ്ടായിട്ടില്ലെങ്കിൽ സാഖിയത്തുൻ ഒഴുകുന്ന ചാല് ഇലൽ മസാകീനി പാവങ്ങളിലേക്ക് ഒഴുകുന്ന ചാല് ലഹു എന്നാൽ അവനിലേക്ക് നീളുന്നതല്ല നഅമു അനുഗ്രഹങ്ങൾ അവനിലേക്ക് നീളുന്നതല്ല. ഫകുല്ലു സൈലിൻ ലഹു മിൻ ഹൗലിഹി അരിമുൻ ലൗലൽ ഖലീമതു ലം യശ്ബുത് വലൽ അരിമു. ഫകുല്ലു സൈലിൻ ഒഴുകുന്ന എല്ലാ വെള്ളമാകുന്നത് ലഹു ആ വെള്ളത്തിനുണ്ട് മിൻ ഹൗലിഹി അതിൻ്റെ ചുറ്റും അരിമുൻ വെള്ളത്തെ തടഞ്ഞു വെക്കുന്ന വരമ്പുകളുണ്ട്. ലൗലൽ ഖലീമതു വെള്ളം ഒഴുകുന്ന ഓവ് ഇല്ലെങ്കിൽ ലം യസ്ബുത് വെള്ളം സ്ഥിരമാകുന്നതല്ല. വലൽ അരിമു വരമ്പുകളും സ്ഥിരമാകുന്നതല്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സമ്പന്നൻ പാവങ്ങൾക്ക് ധനസഹായം നൽകുന്നില്ലെങ്കിൽ അവൻ്റെ ധനത്തിന് നിലനിൽപ്പോ അഭിവൃദ്ധിയോ ഉണ്ടാകുന്നതല്ല. ഒഴുകുന്ന വെള്ളം ചിറകെട്ടി നിർത്തുമ്പോൾ വെള്ളം ഒഴുകാനോവ് ഇല്ലെങ്കിൽ വെള്ളമോ അതേപോലെ ചിറയോ നിലനിൽക്കുന്നതല്ല. അല്ലാഹു ധനികന്മാർക്ക് നിരവധി ബാധ്യത വെച്ചിട്ടുണ്ട്. സക്കാത്ത് കൂടാതെയുള്ള ബാധ്യതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്താണ് ആ ബാധ്യതകൾ? ഇന്ന ഫീ അംവാലിക്കും ഹഖൻ സിവ സക്കാത്ത് തീർച്ചയായും സക്കാത്ത് അല്ലാത്ത ബാധ്യത നിങ്ങളുടെ സമ്പത്തിലുണ്ട്. ഇന്നല്ലാഹ ഫറള അലൽ അഗ്നിയാഇൽ മുസ്ലിമീന ഫീ അംവാലിഹിം ബിഖദ്രി യസഉ ഫുഖറാഅഹും. ധനികന്മാരായ മുസ്ലിമീങ്ങളുടെ സമ്പത്തിൽ നിന്ന് അവരിലെ പാവങ്ങൾക്ക് പര്യാപ്തമാകുന്നത് എത്ര നൽകാൻ നിശ്ചയം അല്ലാഹു ധനികർക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ധനികന്മാരെ ധാരാളം പാവങ്ങളെ സഹായിക്കണം. ആ പാവങ്ങളെ സഹായിക്കുന്നത് മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ കഴിയണം. അതിൻ്റെ ഒരു മാർഗമാണ് സക്കാത്ത് പോലത്തത്. നമ്മുടെ നാട്ടിലുള്ള മുതലാളിമാർ നമ്മളെ നാട്ടിലുള്ള പാവങ്ങളെ സഹായിച്ച് സക്കാത്ത് കൊടുത്താൽ നമ്മളെ നാട്ടിൽ പാവങ്ങളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പാവങ്ങളെ സഹായിക്കാനുള്ള നല്ല മനസ്സുണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.